യൂറോപ്യൻ ആർക്കിടെക്ചറുകളിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഈ സ്കൾപ്ചേഴ്സ്, ഈ സ്തൂപങ്ങളും ബിംബങ്ങളും ഒക്കെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. ഇത് അവരുടെ ബിൽഡിങ്ങിൻ്റെ ഫെസൈഡ് അഥവാ ഈ പുറത്തുള്ള ചുമരുകളിലും അവരത് ഉണ്ടാക്കി വെക്കാറുണ്ട്. പുറമെ ഈ വലിയ വലിയ പാലങ്ങളുടെ സൈഡുകളിൽ, പിന്നെ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ഒരു ഫൗണ്ടെയിൻ ഉണ്ടാക്കിയിട്ട് അതിന് ചുറ്റും ഇങ്ങനെ സ്കൾപ്ചേഴ്സും സ്തൂപങ്ങളും ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഇതൊരു പൊതുവെ എല്ലാ യൂറോപ്യൻ കൺട്രികളിലും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, കാര്യമായിട്ടും മിഡീവൽ ഒരു 500 ശേഷമുള്ള ഒരു മിഡീവൽ ഏജ്, പിന്നെ ബാരോക്ക്, റിനൈസൻസ്, ഗോത്തിക് പീരീഡുകളിൽ കാര്യമായിട്ട് ഒരു 500 ശേഷം പിന്നെ ഒരു 1800 വരെ, ഒരു ബാരോക്കൊക്കെ അവസാനിക്കുന്നത് 1600-കളിലാണ്, ഗോത്തിക് അവസാനിക്കുന്നത് ഒരു 1800-കളുടെ സമയത്താണ്. ഈ സമയത്തുള്ളതാണ് കാര്യമായിട്ടും ഈ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഒരു ആർക്കിടെക്ചർ വരുന്നത്. യഥാർത്ഥത്തിൽ ഇത് എന്തിൻ്റെ പർപ്പസിനാണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഇവർ അവരുടെ ചരിത്രങ്ങളെ തികട്ടിയെടുക്കാനും അതിന് പുറമെ അവരുടെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും അത് കണ്ടെത്താനും ഒക്കെ ഉള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവരിത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വളരെ കൗതുകത്തോടെ ഈ സാധനങ്ങൾ കാണുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് നമ്മളും സ്വാഭാവികമായിട്ട് നോക്കി പോകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇവരുടെ ഈ ഒരു സ്വഭാവം. ഇത് പലതുണ്ട്. അഥവാ ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളികളിലാണെങ്കിൽ അവർ ക്രിസ്തുവിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള സാധനങ്ങൾ എടുക്കും. മറിച്ച് ഈ സിവിൽ പരമായിട്ടുള്ള അഥവാ വീടുകൾ, ബിൽഡിങ്ങുകൾ, നോർമൽ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ബിൽഡിങ്ങുകളിലൊക്കെ ഇവർ ചരിത്രത്തിൽ നിന്നുള്ള മറ്റ് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള സ്കൾപ്ചേഴ്സാണ് എടുക്കുന്നത്.